നൂറുകണക്കിന് പൂവൻ കോഴികളെ ഭക്തിയോടെ ക്ഷേത്രത്തിനകത്തും പുറത്തും അതിരുകളില്ലാതെ തുറന്നു വിട്ടിരിക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ. ഇതാണ് പഴയന്നൂർ ക്ഷേത്രം, അല്ലെങ്കിൽ കോഴിയമ്പലം. പൂവൻ കോഴികളെ പല ക്ഷേത്രങ്ങളിലും നേർച്ച നൽകുകയും പിന്നീട് ആ കോഴികളെ ബലി നൽകുകയും ചെയ്യുന്ന ശാക്തേയ കർമ്മങ്ങളായിരുന്നു ആദ്യകാലങ്ങളിൽ നടന്നു വന്നിരുന്നത്. പക്ഷേ ഇവിടെ അതല്ല. ഉദ്ദിഷ്ട കാര്യത്തിനായി പൂവൻ കോഴികളെ ഇവിടെ നടയിരുത്തുകയാണ് ചെയ്യുന്നത്. ആദ്യം ഇവിടെ ഈ കാണുന്ന വിഷ്ണു ക്ഷേത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പള്ളിപ്പുറം ക്ഷേത്രം എന്നായിരുന്നു ഇതിന്റെ പേര്. പള്ളിപ്പുറത്തെ വിഷ്ണു ഭഗവാൻ പിൽക്കാലത്ത് പള്ളിപ്പുറത്തപ്പനായി മാറി. പെരുമ്പടപ്പ് സ്വരൂപത്തിലെ ഒരു രാജാവ് കാശിയിലെ പുരാണപുരിയിൽ നിന്നും ഭഗവതിയെ ഭജിച്ച് ആദ്യം വിഷ്ണു ക്ഷേത്ര നടയിലുള്ള അരയാൽ തറയിലും പിന്നീട് ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിയിലും കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു എന്നാണ് വിശ്വാസം. ഈ ഉപദേവതയ്ക്ക് പിന്നീട് വിഷ്ണുവിനൊപ്പം പ്രാധാന്യവും ലഭിച്ചു. ഭഗവതിക്ക് പ്രാധാന്യം ലഭിച്ചപ്പോൾ സ്ഥലനാമവും പുരാണപുരി എന്നായി. ഇത് മലയാളീകരിച്ചാണ് പഴയന്നൂരും പഴയന്നൂരമ്മയും ഒക്കെയായി മാറിയത്. ഭഗവതി ആദ്യമായി രാജാവിനൊപ്പം ഇവിടെ വന്നത് ഒരു പൂവൻ കോഴിയുടെ പുറത്തേറി എന്നാണ് വിശ്വാസം. ഭഗവതി അന്നപൂർണേശ്വരി ഭാവത്തിലാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതിനാൽ തന്നെ അന്നദാനത്തിനിവിടെ പ്രാധാന്യവുമുണ്ട്. ഐതിഹ്യപ്രകാരം പാർവതീദേവിയുടെ വകഭേദമാണ് അന്നപൂർണേശ്വരി. മാത്രമല്ല കൊടുങ്ങല്ലൂരമ്മയുടെ സഹോദരീ സങ്കല്പവുമാണ്. കൊടുങ്ങല്ലൂർ കോഴിഹത്യ ക്ഷേത്രാചാര്യമായിരുന്നുവെങ്കിൽ ഇവിടെ കോഴികൾ പൂജനീയമാണ്. തൃശൂർ ജില്ലയിലെ പഴയന്നൂരിലാണ് ഈ ക്ഷേത്രം നിലകൊള്ളുന്നത്. കൊച്ചി രാജവംശത്തിന്റെ പരദേവതയും ഉപാസനാമൂർത്തിയുമാണ് പഴയന്നൂർ ഭഗവതി. ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രങ്ങളായി ഒരു ശിവക്ഷേത്രവും ഒരു വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രവുമുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവിനും ഭഗവതിക്കും തുല്യ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും പ്രത്യേകം കൊടിമരങ്ങളും ഉണ്ടിവിടെ. തന്നെയുമല്ല, കോഴികൾക്കും പ്രാധാന്യമുള്ളതിനാൽ അവർക്കും ചുറ്റമ്പലത്തിന് പുറത്ത് ക്ഷേത്രം പോലെ തന്നെ കൂടും ഒരുക്കിയിട്ടുണ്ട്. ഈ കോഴികളെ നല്ല രീതിയിൽ തീറ്റ കൊടുത്ത് സംരക്ഷിച്ചു പോരുന്നു. കോഴികളെ തുറന്നു വിട്ടിരിക്കുകയാണ് ഇവിടം. ഈ ക്ഷേത്രം കോമ്പൗണ്ട് വിട്ടിട്ട് മറ്റൊരിടത്തേക്കും ഈ അരുമ പക്ഷികൾ പോകാറില്ല. ഭഗവതിയുടെ സാന്നിധ്യത്തിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ക്ഷേത്രത്തോട് ചേർന്ന് 3 കുളങ്ങളുണ്ടിവിടെ, കിഴക്കും പടിഞ്ഞാറും വടക്കും. കിഴക്ക് ഭാഗത്തുള്ള ഈ കുളത്തിലാണ് ആറാട്ട് നടക്കാറുള്ളത്. ഈ കുളത്തിൽ സ്ഫടികക്കൂട്ടിലിട്ടതുപോലെ ധാരാളം മത്സ്യങ്ങളുമുണ്ട്. ഈ കുളപ്പുരയും അതിന്റെ പൗരാണികതയും ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്.
ഇതാണ് മഹാവിഷ്ണു ക്ഷേത്രം. മഹാവിഷ്ണുവിന്റെ വലതുവശത്തായി ഭഗവതിയും. ഈ ആലിന്റെ ചുവട്ടിലാണ് ഭഗവതി ആദ്യമായി വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയാണ് മൂലസ്ഥാനം. മീനമാസത്തിലെ തിരുവോണം ആറാട്ടായി 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. 48 ലക്ഷം രൂപയുടെ കല്ലുവിരിക്കൽ, ഡ്രൈനേജ് നിർമ്മാണം, മറ്റു മരാമത്ത് പണികൾ എന്നിവയും ക്ഷേത്രത്തിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു. ഒട്ടനവധി പ്രത്യേകതകളുള്ള ഈ കോഴിയമ്പലം പഴയന്നൂരിലേക്ക് ഒട്ടനവധി ഭക്തരെ എന്നും ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാ ഭക്തർക്കും ആശ്രയമരുളിക്കൊണ്ട് ദേവി ഇവിടെ വാണരുളുകയാണ്.